ഉണ്ടാക്കാൻ പോന്നെ? വത്സൻ. അത് വയനാടൊക്കെ ഉണ്ടാക്കും. അപ്പൊ അമ്മ എന്തൊക്കെ ഇവിടെ വെച്ചതപ്പം? ഉള്ളി, അതിനകത്ത് ശർക്കര ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ച് അത് വാങ്ങി വെച്ച് തണുക്കുമ്പോ ഗോതമ്പ് പൊടി തട്ടി ഇട്ടിട്ട് കുഴച്ചെടുക്കണം. വയനാട്ടിലെ പറിച്ചോണ്ട് വന്ന് കുമ്പിള് കുത്തിയിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് പഴയ കാലം ഇതിലോട്ട് പോവാം. നമുക്ക് ഒരു കുമ്പിളപ്പം ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ അമ്മൂമ്മ സ്പെഷ്യൽ കുമ്പിളപ്പാണ്. അപ്പൊ നമുക്ക് നോക്കാം. വയനയില ഇത് ഇതിപ്പോ പറിച്ചോണ്ട് വന്നതാട്ടോ അമ്മമ്മ. ഇതിനകത്ത് വേണ്ട അഴുക്കൊക്കെ ഉണ്ട്. ഇനി നന്നായിട്ട് ഇത് കഴുകിയെടുക്കണം. അപ്പം നമ്മൾ കഴുകിയെടുക്കാം വെള്ളം ഒഴിച്ചിട്ട്. ഇതാ കാണിക്കാം. ഇതേപോലെ നന്നായിട്ട് കഴുകിയെടുക്കണം എല്ലാം. അപ്പോൾ കഴുകിയെടുത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി കാണാം. വെയിറ്റ് എല്ലാം ഒട്ടും ആ ഓലക്കാലൊന്നും ഇല്ലാതെ ഈക്കിൽ മാത്രമേ ഉള്ളൂ. ഇനി ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇല ഇങ്ങനെ മടക്കി ഇത് വെച്ചിട്ട് കുത്താൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. കുമ്പിള് കുത്തിയതായത് വേണ്ട ഈർക്കിൽ വെച്ചിട്ട് കുത്തി. ഇനി ഇതിനകത്താണ് നമ്മൾ മാവ് നിറച്ചിട്ട് കുമ്പിളപ്പം അമ്മ ഉണ്ടാക്കുന്നുണ്ട്. കുമ്പിള് കുത്തിയത് കണ്ട. ഇങ്ങനെ നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത് ഫുള്ള്. അപ്പോൾ ഈ ഇരിക്കുന്ന ഫുള്ള് ഇതേപോലെ ആക്കിയെടുക്കണം. ഇതാ ഈ സൈഡാണ് കേട്ടോ മാവ് വെക്കുന്ന സൈഡ്. ഇതിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പം എൻ്റെ മക്കൾ തിരിച്ച് കുത്തിയപ്പോഴാണ് ഞാനത് ആലോചിച്ചത്. അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ സൈഡിൽ നമ്മൾ മാവ് വെക്കണ ഈ സൈഡ് എൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ ഇല കുത്തുമ്പോൾ എന്താ അത് ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ കുത്തേണ്ടത്. ഇവിടെ മാവ് വെക്കാനുള്ള ഇതിന് ഇത് ബാക്ക് സൈഡാണ് വരേണ്ടത്. ഇതിനകത്താണ് നമ്മൾ മാവ് ഫില്ല് ചെയ്യുന്നത്. നമ്മൾ ഇല ഫുള്ളെടുത്ത് ഇതാ ഇങ്ങനെ കുത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മാവും കൂടെ കുഴച്ച് വെക്കാം. ശർക്കര നമ്മൾ പാനിയാഴ്ച വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശർക്കര പാനിയാഴ്ചതാണ്. അപ്പോൾ അത് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ചരുവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് കാണിക്കും. അപ്പോൾ ചരുവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അമ്മമ്മ അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് അമ്മമ്മ കാണിച്ചു തരും. എനിക്ക് അമ്മ അടുത്തോട്ട് വെക്കട്ടെ. ആട്ടയാണ് കേട്ടോ. അപ്പോൾ ആട്ട നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പുമെല്ലാം വേണം. നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം. അമ്മമ്മ മിക്സ് ചെയ്യുവാണ്. ശർക്കര പാനി നമ്മൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. തെരളിയുടെ പാകം കണ്ടോ? ഇതേപോലെ ആയിരിക്കണം കേട്ടോ മാവിൻ്റെ പാകം എന്ന് പറയുന്നത്. കണ്ടോ വീഴുന്നത് കണ്ടോ? ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ വീഴണം. അത് കണ്ടോ? 20 മിനിറ്റ് ഇരിക്കണം കേട്ടോ. എന്തിനാ അത്? അതൊന്ന് പുളിച്ച് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അത് 20 മിനിറ്റ് നമുക്കതൊന്ന് വെക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി കാണാം. ഓക്കെ. അല്ല ഏലക്ക വേണമെങ്കിൽ വറുത്തിട്ട് മൊത്തം അങ്ങ് പൊടിക്കണം. പൊടിച്ച് പൊടിയും കിട്ടാൻ മതി. ചൂടോട് പൊടിച്ച് പൊടിയും കിട്ടുണ്ടാവും. ഈ തോലിളക്കിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ വറുത്ത് പൊടിക്കാം. വറുത്ത് പൊടിക്കണം, അഞ്ച് പൊടിക്കണം. ശരി, നമുക്കിതൊന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതി. ചൂടാക്കിയിട്ട് പൊടിച്ചാൽ കിട്ടാൻ മതി. ശരി. ഏലക്കപ്പൊടിയാണ് ആണെന്നോ. ഇനി ഇത് നമ്മൾ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ.
ഇത് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെക്കാം, പിന്നെ നമുക്ക് കാണാം. തൽക്കാലം ഞാൻ ഇട്ട് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്ത് വെക്കുവാണേ. അങ്ങനെ സ്റ്റൗ ഒക്കെ കത്തിച്ച് നമ്മൾ ഒരു ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനടിക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു തട്ടും കൂടി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ആ ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ്. അത് മുകളിലിട്ട് കൊടുത്താലും അതിൻ്റെ ഫ്ലേവർ ഓൾറെഡി ആ മാവിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഞാനത് അന്നേരം ഇളക്കി വെച്ചില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ ആ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ ആ ഒരു കൺസിസ്റ്റൻസിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി ഇത് നമ്മുടെ കയ്യിൽ കുറച്ചൊന്ന് വെള്ളം തൊട്ടിട്ട് അതൊന്ന് ആ ഇലയിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോൾ അമ്മൂമ്മ 20 മിനിറ്റാണ് പറഞ്ഞെങ്കിലും നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ തുടങ്ങിയത്. അപ്പോഴേക്കും ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് തിരളി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണേ. ഇതിട്ടൊക്കെ എത്ര 2 മണിക്കൂർ എടുക്കും പോലെ 2 മണിക്കൂറെങ്കിലും എടുക്കും വേവാനോ? 2 മണിക്കൂർ എടുക്കും. വേവ് എടുക്കും. വേവ് അപ്പം നമുക്ക് 2 hours later. ഇതായതുണ്ടോ ഫുള്ള് വെന്ത് നല്ലതായിട്ട് ഇരിപ്പുണ്ടോ. വെന്തിരിക്കാന്ന് നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. ആ വയണയിലയുടെ ഒരു മണം ഒക്കെ വരുന്നുണ്ട്. ഇത് ഓഫാക്കാൻ പോവാന്നേ. കുറച്ച് കഴിഞ്ഞാൽ ഇരിക്കട്ടെ. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായക്കടി നമുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചായയുടെ കൂടെ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പഴമയുടെ പുതുമയിലേക്ക് നമ്മൾ മടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി നോക്കിയാൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമ്മുടെ തിരളി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. തിരളി നല്ല മണമുണ്ട്. വയണയിലയുടെ ഒക്കെ നല്ല മണമുണ്ട്. ഇതാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇന്ത്യയിലെ തേജ്പത്തയാണ്. തേജ്പത്ത ഇതാണ്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന തിരളി. ഇതും നല്ല ചൂട് ചായ. സൂപ്പർ.